എല്ലാവർക്കും ന്യൂ ബോൺ രുചിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു കുക്കീസിൻ്റെ റെസിപ്പിയൊക്കെ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ മൈദയൊക്കെ ഉപയോഗിച്ചിട്ടാണല്ലോ നമ്മൾ സാധാരണ ബിസ്ക്കറ്റും അല്ലെങ്കിൽ കുക്കീസൊക്കെ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഈ പ്രാവശ്യം നമുക്ക് അരിപ്പൊടി വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് റെഡിയാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ടുള്ളതൊക്കെ നിങ്ങൾ വീഡിയോ ഒന്ന് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ പുതുതായിട്ട് തുടങ്ങിയൊരു ചാനലാണ്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. കൂടെ തന്നെ നിങ്ങൾ ആ ലൈക്ക് ബട്ടണും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ നമുക്ക് ഒരു ബൗൾ എടുത്ത് വെച്ചിട്ട് അതിനകത്തേക്ക് 1/2 കപ്പ് പാലാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അത് റൂം ടെമ്പറേച്ചറിലുള്ളതാണ്. ഞാനിതൊന്ന് തിളപ്പിച്ചതാണ് കേട്ടോ, കാച്ചിയെടുത്ത പാലാണ്. അത് ഒരു 1/2 കപ്പാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി അതേപോലെ തന്നെ നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. സൺഫ്ലവർ ഓയിലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അല്ല, നമ്മൾ വെളിച്ചെണ്ണ ഒന്നും ചേർത്ത് കൊടുക്കരുത്. നമ്മളതിന് ഒരു ഫ്ലേവർ തന്നെ മാറിപ്പോകും. അപ്പോൾ നമ്മൾ ഈ ഒരു സ്മെല്ലൊന്നും ഇല്ലാത്ത നമ്മൾ ഈ ഒരു സൺഫ്ലവർ ഓയിൽ തന്നെയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഇനി ബട്ടർ ആണെങ്കിലും നമുക്ക് ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അത് രണ്ടും കൂടെ കൂടിയിട്ട് ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഒരു 1/4 കപ്പ് ഷുഗർ, ഇത് പൊടിച്ചിട്ടൊന്നുമില്ല കേട്ടോ, പൊടിക്കാതെ തന്നെ നമുക്ക് അതും കൂടെ ഇതിനകത്തേക്ക് ഒന്ന് ഇട്ട് കൊടുക്കണം. ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഷുഗർ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഒരു കുറച്ച് മധുരം കുറവായിരുന്നു. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമുക്ക് അതും കൂടെ കൂടിയിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതെല്ലാം കൂടെ കൂടിയിട്ട് നല്ലപോലെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു എഗ്ഗാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതും റൂം ടെമ്പറേച്ചറിലുള്ളതാണ്. നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്നും നേരിട്ട് എടുത്തിട്ട് നമുക്ക് ഇതിനകത്തേക്കൊന്നും ഉപയോഗിക്കരുത്. നമ്മൾ കേക്ക് ആണെങ്കിലും ശരി, കുക്കീസ് ആണെങ്കിലും ശരി, എന്ത് ചെയ്യുമ്പോഴാണെങ്കിലും നമ്മളത് റൂം ടെമ്പറേച്ചറുള്ളതായിരിക്കണം കേട്ടോ എടുക്കുന്നത്. അപ്പോൾ അതും കൂടെ ഞാൻ ഇതിനകത്തേക്കൊന്ന് മുട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ട് അതും കൂടെ കൂടിയിട്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആ ഷുഗറും അതേപോലെ തന്നെ മിൽക്കും ഓയിലും എല്ലാം കൂടെ കൂടിയിട്ട് നല്ലതുപോലെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടെ കൂടിയിട്ട് ഇതേപോലെ ഒന്ന് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് എസൻസ് ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഏതാണോ എസൻസ് ഉള്ളത് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. വാനില ആയാലും കുഴപ്പമില്ല, പൈനാപ്പിൾ ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ പൈനാപ്പിളാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1-2 ഡ്രോപ്പ് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഒരുപാട് ചേർത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ആ ഒരു ഫ്ലേവർ ഒത്തിരി ഇങ്ങനെ മുന്നിട്ട് നിൽക്കും കേട്ടോ. അപ്പോൾ ഒരു ജസ്റ്റ് ഒന്ന് ചേർത്താൽ മാത്രം മതി. ഇനി നമുക്ക് അതിനകത്തേക്ക് ആദ്യം ഞാനിപ്പം 1 കപ്പ് നമ്മുടെ അരിപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് പത്തിരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്, പുട്ടുപ്പൊടി ഒന്നുമല്ല, പത്തിരിപ്പൊടിയാണ്. അപ്പോൾ അത് 1 കപ്പ് ചേർത്ത് കൊടുത്തു. അതേപോലെ തന്നെ ഒരു പിഞ്ച് നമ്മുടെ ബേക്കിംഗ് പൗഡറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് 1/8 ടീസ്പൂണിൻ്റെ ഒരു ഹാഫ് ഭാഗം, അത് ഏകദേശം ഒരു പിഞ്ച് അത്രേ വരുള്ളൂ. അതും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതെല്ലാം കൂടെ കൂടിയിട്ട് നല്ലതുപോലെ ഇത് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്കറിയാലോ, നമുക്കൊരു കുക്കീസൊക്കെ ഉണ്ടാക്കുന്നതിന് ഒത്തിരി ലൂസാവാനും പാടില്ല, എന്നാലോട്ട് ഒത്തിരി ടൈറ്റ് ആവാനും വേണ്ടിയിട്ടും പാടില്ല. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഇതിനകത്തേക്ക് പൊടി കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം ഒന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് നോക്കാം. അപ്പോൾ ഞാനത് ഇളക്കിയെടുത്തപ്പം ഇത് ഒത്തിരി ലൂസായി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് കുറച്ചും കൂടെ എന്താ പറയുക, നമ്മുടെ അരിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഏകദേശം ഒരു 1/4 കപ്പോളം ഞാൻ വീണ്ടും എടുത്തിട്ട് ഞാൻ അതുപോലെ കുറേശ്ശെ ആയിട്ടൊന്ന് ഇട്ട് കൊടുത്തതാണ്. അപ്പോൾ അത് നമുക്ക് ആ കുറച്ചൊരു തിക്നെസ് കിട്ടുന്നത് വരെ നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് ഇതും കൂടെ നമുക്ക് എന്താ പറയുക, നമ്മുടെ ഈ അരിപ്പൊടി നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനത് കുറച്ചും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല ഒരു തിക്കായിട്ടുള്ളൊരു ഇതായിട്ട് തന്നെ നമുക്ക് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് പൈപ്പിംഗ് ബാഗിനകത്ത് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിത് ഇങ്ങനെ പ്രസ് ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ടൈറ്റിൽ വേണം നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ആ ഒരു വിസ്ക് വെച്ചിട്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഇതൊരു സ്പാച്ചിൽ വെച്ചിട്ട് വീണ്ടും ഒന്ന് നല്ലതുപോലെ ഇതെല്ലാം കൂടെ കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, നമ്മളിത് മിക്സ് ചെയ്തുമ്പോൾ തന്നെ ഇതൊരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു ബാറ്ററൊക്കെ ആയിട്ട് വരും. കണ്ടില്ലേ, ഇതുപോലെ നല്ലപോലെ ഒന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പൈപ്പിംഗ് ബാഗിനകത്തേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇത് മുഴുവനായിട്ടും നമ്മൾ ഇതുപോലെ ഒന്ന് പൈപ്പിംഗ് ബാഗിനകത്തേക്ക് ആക്കി കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് ആ ഒരു പൈപ്പിംഗ് ബാഗിൻ്റെ മുകൾ വശം ഒന്ന് കെട്ടിയിട്ട് നമുക്കിതൊന്ന് ഇതിൻ്റെ അറ്റം ഒന്ന് കട്ട് ചെയ്ത് വിടാനുള്ളതാണ്. അപ്പോൾ അത് ആദ്യം ഒന്ന് നമുക്ക് ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഓവൻ ഒന്ന് പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. 200 ഡിഗ്രിയിൽ ഒരു 10 മിനിറ്റ്സ് ആണ് കേട്ടോ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഇതുപോലെ ഒരു ട്രേ എടുത്തിട്ട് അതിനകത്തേക്ക് ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്തിട്ട് നമുക്കൊരു മൊയലിൻ്റെ ഒരു ഷേപ്പിലാണ് കേട്ടോ ഞാനിപ്പോൾ ഇത് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ആദ്യം ഇതുപോലെ കുറച്ച് ഇതുപോലെ ഒന്ന് വലിയ റൗണ്ടാക്കി ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഒരു ചെവി വരുന്നത് പോലെ ആ ഒരു രീതിയിൽ നമുക്ക് ഇതുപോലെ ഒന്ന് റെഡിയാക്കി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം ഒന്ന് ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ എനിക്ക് ഇതുപോലെ 2 ട്രേക്കകത്ത് ആക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മുഴുവനും ഞാൻ ഇതേപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു ഷേപ്പൊക്കെ കിട്ടിയല്ലോ നമ്മുടെ മൊയലിൻ്റെ ഒക്കെ പോലെ. അങ്ങനെ ഞാൻ ഇത് 2 ഇതിനകത്തും ഇതേപോലെ ഒന്ന് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന ഓവനകത്തേക്ക് വെച്ച് കൊടുത്തിട്ട് 180 ഡിഗ്രിയിലാണ് കേട്ടോ. 180 ഡിഗ്രിയിൽ ഒരു 50 മിനിറ്റ്സ് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു.
അപ്പോൾ 50 മിനിറ്റ്സ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഇതിൻ്റെ ഒരു ടെക്സ്ചർ എന്ന് പറയുന്നത് ഇതുപോലെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതൊരു കുക്ക് ആവാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. അപ്പോൾ ഇത് വെന്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ വെന്തിട്ടുണ്ട്, പക്ഷേ എന്നാലും ഒരു ഇതാവാത്തത് പോലെയുണ്ട്. അതുകൊണ്ട് ഞാൻ ഇത് കുറച്ച് നേരം കൂടെ ഒന്ന് വെച്ച് കൊടുത്തു കേട്ടോ. ഒരു 10 മിനിറ്റും കൂടെ ഞാൻ വീണ്ടും ഇതൊന്ന് വെച്ച് കൊടുത്തു. അതിനുശേഷം ഞാൻ എടുത്തപ്പോഴാണ് ഇതിന് ശരിക്കും ഒരു കുറച്ചും കൂടെ ഒരു കളറൊക്കെ വന്നതുപോലെ എനിക്കൊന്ന് തോന്നിയിട്ടുള്ളത് കേട്ടോ. അങ്ങനെ ഞാൻ ഇത് വീണ്ടും ഒരു 10 മിനിറ്റും കൂടെ വെച്ച് കൊടുത്തതാണ്. അങ്ങനെ 10 മിനിറ്റും കൂടെ വെച്ച് കൊടുത്തപ്പോഴത്തേക്കും ഇതാ ഈ ഒരു കളറിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോഴും ഇതിൻ്റെ ഉൾവശമൊക്കെ കുറച്ച് ഒന്ന് വെന്തിട്ടുമുണ്ട്. പക്ഷേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു മൈദയൊക്കെ വെച്ചിട്ട് ചെയ്യുന്ന ആ ഒരു പെർഫെക്ഷനോ അല്ലെങ്കിൽ ആ ഒരു ടേസ്റ്റോ ഒന്നും നമുക്ക് ഇതിൽ പ്രതീക്ഷിക്കണ്ട കേട്ടോ. കാരണം അത്രയും ആ ഒരു ടേസ്റ്റ് ഇല്ല. പക്ഷേ ഇത് വേറൊരു ഫ്ലേവറാണ്, മധുരമൊക്കെ കുറഞ്ഞ് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു കുക്കീസായിട്ട്. അപ്പം ഞാൻ ആ ഒരു ഡിസൈനൊക്കെ ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്കിതിൻ്റെ ഒരു ഫ്ലേവറും ടേസ്റ്റും ഒരു കൂടെ ഇഷ്ടമാവാത്തതുകൊണ്ട് ഞാൻ പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് വലിയ ഡിസൈനൊന്നും ചെയ്യാൻ വേണ്ടിയിട്ട് പോയില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ നമുക്ക് മൈദയാണ് കൂടുതലായിട്ട് നമുക്ക് ഇതുപോലത്തെ കാര്യങ്ങൾക്കൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലത്. എനിക്ക് ഇതിൻ്റെ ഒരു ടെക്സ്ചർ അങ്ങോട്ട് അത്രയായിട്ട് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അപ്പോൾ നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് നോക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത് തന്നെ കാണാം. പുതുതായിട്ട് കാണുന്ന എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത് തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.